ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ബാക്ക് ടു നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളിലോട്ട് കിടക്കാം. ട്രിപ്പൊക്കെ പോയി വന്നതിൻ്റെ ഒരു ഹാങ് ഓവർ ഇപ്പോഴും മാറിയിട്ടൊന്നുമില്ല. ഒരുപാട് പണികൾ പെൻഡിങ് ഉണ്ട്. 2 ദിവസം നമ്മൾ പുറത്ത് പോയതുകൊണ്ട് തന്നെ. പിന്നെ ഇപ്പം വീട്ടിൽ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു മേക്ക് ഓവറാണ് കാണിക്കുന്നത്. മേക്ക് ഓവർ ഫുള്ളായിട്ട് അങ്ങനെ വീടിൻ്റെ മേക്ക് ഓവറല്ല, വീടിൻ്റെ പുറത്ത് കുറച്ച് വേസ്റ്റ് ഡംപ് ചെയ്തിട്ടുണ്ടായിരുന്നു, കാണിച്ചു തരാൻ. അപ്പോൾ ഇന്ന് പണിക്കാരുണ്ട്, 2 പണിക്കാരുണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് കടലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്താണ് ഇക്ക പറഞ്ഞത്, ഇപ്പോൾ ഉണ്ടാക്കി വരുമ്പോഴേക്കും ലേറ്റാവും, കറി പുറത്തുനിന്ന് കൊണ്ടുവരാം, ബ്രേക്ക്ഫാസ്റ്റ് അവർക്ക് പുറത്തുനിന്ന് കൊണ്ടുവരാം. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി. ഇതാണ് നമ്മൾ ആ ഒരു വേസ്റ്റ് ഡംപ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ കേട്ടോ. അപ്പോൾ ഇവിടെ ഇക്കാക്ക് ഇങ്ങനെ എന്തൊക്കെയോ ചെടികളൊക്കെ നടണം, അതായത് പച്ചക്കറി ഉണ്ടാക്കണം, അടുക്കളത്തോട്ടമായിട്ട് യൂസ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. പക്ഷേ എങ്ങനെ നോക്കിയിട്ട് ഇത് വൃത്തിയാക്കാൻ അത്യാവശ്യം പാട്. കാരണം നമ്മൾ ഹൗസ് വാമിങ്ങിൻ്റെ അന്ന് തൊട്ട് തന്നെ വേസ്റ്റുകളെല്ലാതും കൂടി ഇവിടെ ഡംപ് ചെയ്ത് അത്യാവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ ക്ലീൻ ആക്കുകയാണ്. ഇനി ക്ലീൻ ആക്കിയ ശേഷം ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ഒന്ന് സെറ്റായിരുന്നു. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത്രയും ഭയങ്കര ഫാസ്റ്റായിട്ടാണ് അവർ ചെയ്തത്, നല്ല വൃത്തിയായി. പിന്നെ ഇന്ന് റുക്കിയാമൊന്നുമില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിലെ പണികളും കിച്ചണിലെ പണികളും വ്ളോഗ് എടുക്കണം എല്ലാം ഞാൻ തന്നെ ചെയ്യണം. അപ്പം അങ്ങനെ ഒരു ബിസി ആയിട്ടൊരു ഡേ ആണ്. ഇതിൻ്റെ ഇടയ്ക്ക് കുറേ ആൾക്കാർ വിളിക്കുന്നൊക്കെ കേട്ടോ, ഓരോ കാര്യത്തിനായിട്ട്. അപ്പോൾ നമുക്ക് ശരിക്കും നമ്മുടെ ശരിക്കും ഈ ഒരു 2-3 ദിവസം ഞാൻ അത്യാവശ്യം ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ടുള്ളൊരു ഇതിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. എന്തോ ഒരുപാട് കാര്യങ്ങൾ പെരുന്നാൾക്ക് മുമ്പ് ചെയ്ത് തീർക്കാൻ ഒരുപാട് എനിക്ക് ചെയ്യാൻ പറ്റുന്നതിലപ്പുറം സാധനങ്ങൾ ഇവിടെ കിടപ്പുണ്ട്. എല്ലാവരും വിളിച്ചുകൊണ്ട് നിൽക്കുന്ന 2 ദിവസം നമ്മൾ മാറിയില്ല. 2 ദിവസം കൊണ്ടുള്ള മാറ്റങ്ങൾ ഞാൻ ശരിക്കും വിചാരിച്ചു പോയി, വേണ്ടിയിട്ടുണ്ടായിരുന്നില്ല യൂട്യൂബിൽ നിന്ന്. അത്രയും ഭയങ്കര ഒരു സ്ട്രെസ്ഫുൾ ലൈഫിലൂടെ ആയിരുന്നു ആരല്ല എപ്പോഴും കടന്നു പോകുന്നത്. എൻ്റെ ഇടയ്ക്ക് എന്നെ സോപ്പിടാൻ വേണ്ടിയിട്ട് പുളിയച്ചാറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ ഒരുമാതിരി ഈറ പിടിച്ച് നടക്കുകയായിരുന്നു. ഒരു ഐഡിയ പറഞ്ഞു തരാം. നമുക്ക് ഇവിടെ ഒരു കച്ചേരി ഉണ്ടാക്കാം. ചെറിയ താൾ കൂടെ ഇവിടെ ഉണ്ടാക്കി വെള്ളം ഈ ഭാഗം പോവാതെ ആൾക്ക് ഇവിടെ കൊത്തിട്ട് വെണ്ടയും മുള എന്റെ അടുത്ത് വിത്തെല്ലാം ഉണ്ട് എന്റെ കയ്യിൽ. ആയിക്കോട്ടെ, ഇതെല്ലാം ഒന്ന് നടക്കാനൊരു വഴി മാത്രം. അതാണ് പറയുന്നത്, അതാണ് ഇപ്പൊ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആയിക്കോട്ടെ, മൂപ്പർക്ക് പറ്റിയ ആൾക്കാരുണ്ട്. വെള്ളം ഈ ഭാഗം പോവാതെ ആൾക്ക് ഇതെല്ലാം കൊത്തിട്ട് പറമ്പ് എടുത്ത് മുളവും മറ്റേ വെണ്ട അതിന് വേണ്ടിട്ടാണ് ഒക്കെ അതൊക്കെ വെക്കുന്നു. ഞാൻ ഒരാളെ കൊണ്ടുവരണം വിചാരിച്ചിരുന്നു. സമാധാനായി. അപ്പം ഞാൻ പറഞ്ഞിരുന്നല്ലോ, നമുക്ക് ഒരുപാട് അൺബോക്സിങ്ങിനായിട്ട് സാധനങ്ങൾ ഇവിടെ കിടപ്പുണ്ട്, പക്ഷേ ഒന്നും ചെയ്ത് തീർത്തിട്ടില്ല. അപ്പോൾ ഇത് ഈദിന് മുമ്പായിട്ട് ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. ഇത് വേറെ ഒന്നല്ല, നമ്മുടെ ലേഡീസിൻ്റെ ഫേവറേറ്റ് തന്നെ ബെഡ്ഷീറ്റ്സ്. അതായത് നമ്മൾ ഇതിന് ഡ്രസ്സ് വാങ്ങിക്കുന്ന പോലെ തന്നെ, പുതിയ ഡ്രസ്സ് വാങ്ങിക്കുന്ന പോലെ തന്നെ നമ്മളെ വീട്ടിലോട്ടും കുറച്ച് ബെഡ്ഷീറ്റ്സൊക്കെ വാങ്ങിക്കുമല്ലോ ഈദ് സ്പെഷ്യലായിട്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈദ് സ്പെഷ്യലായിട്ട് ഇവരുടെ പേജിൽ 35% ഓഫ് വരുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ 10% എക്സ്ട്രാ ഡിസ്കൗണ്ടും കൂടി കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ കോഡിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാനിവിടെ പിൻഡ് കമൻ്റായിട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഇവരുടെ ഓൺലൈൻ ഷോപ്പിൻ്റെ പേര് ലൂം എന്നാണ്. ഇൻസ്റ്റ ID ഞാൻ കൊടുക്കാം കേട്ടോ, അതിൽ കയറി നോക്കാം. അതുപോലെ തന്നെ വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. അതുപോലെ തന്നെ നമ്പർ ഞാൻ കൊടുക്കാം, അത് ത്രൂ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവരുടെ ബെഡ്ഷീറ്റ്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രീമിയം ഹൈ ക്വാളിറ്റി ബെഡ്ഷീറ്റ്സാണ് എല്ലാതും കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവും, അത്രയും നല്ലൊരു മിനിമൽ ഡിസൈൻസിൽ വരുന്ന നമ്മൾ പുതിയ വീട്ടിലോട്ടൊക്കെ പറ്റുന്ന രീതിയിലുള്ള നല്ല അടിപൊളി ബെഡ്ഷീറ്റ്സാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവരുടെ വേറൊരു ഹൈലൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു എഫേർട്ട്ലെസ് ലക്ഷറി എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ടൈപ്പ് ബെഡ്ഷീറ്റ്സാണ് എല്ലാതും. ലോങ് ലാസ്റ്റിംഗ് ആണ്, കളറ് ഫെയ്ഡ് ആവില്ല. അതുപോലെ തന്നെ ഈ 300 TC കോട്ടൺ ബെഡ്ഷീറ്റ്സാണ്. അത് ബെഡ്ഷീറ്റ്സിൻ്റെ കോട്ടൺ ആ ഒരു ഫാബ്രിക്കിനെ പറ്റിയിട്ട് പറയുന്നവർക്ക് പറയുന്നതാണ്. 300 TC ആണ് വരുന്നത് കേട്ടോ. 3 ബെഡ്ഷീറ്റ്സും അതിൻ്റെ കൂടെയുള്ള പില്ലോ കവേഴ്സും കൂടിയാണ് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നത്. അവരുടെ പേജ് ചെക്ക് ചെയ്താൽ ഒരുപാട് ഇതുപോലത്തെ കളക്ഷൻസ് കാണാൻ പറ്റും. പേജിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യാം. അതുപോലെ തന്നെ ഷിപ്പിംഗ് ഓൾ ഓവർ ഇന്ത്യ അവൈലബിൾ ആണ്. അപ്പോൾ ബെഡ്ഷീറ്റ്സ് ഞാൻ വിരിച്ചിട്ടുണ്ട്. എല്ലാം നല്ല മിനിമൽ ഡിസൈൻസാണ്, പക്ഷേ നല്ലൊരു എലഗൻറ്റ് ഫീൽ വരുന്നില്ലേ. അപ്പോൾ എന്തായാലും ബെഡ്ഷീറ്റ്സൊക്കെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർ
എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചാണ്. റോസിൻ്റെ റൂമിലോട്ട് 2 കളർ ബെഡ്ഷീറ്റ്സും നല്ല മാച്ചിങ് ആയിരുന്നു. ഈ ഒരു ഗ്രേയും ഫസ്റ്റ് കാണിച്ചിട്ടുള്ള സ്കൈ ബ്ലൂ അതും. അപ്പോൾ എന്തായാലും ബെഡ്ഷീറ്റ്സ് വേണ്ടവർ താഴെ ലിങ്ക് ചെക്ക് ചെയ്യാം കേട്ടോ. ശരിക്കും ഞാൻ ഒരുപാട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു പണിക്ക് നല്ലൊരാൾ. അതായത് എനിക്ക് വെറുതെ ഇങ്ങനെ തുടച്ച് പോകുന്നതൊന്നും ഇഷ്ടമല്ല. നന്നായി തുടക്കണം. അപ്പോൾ മറ്റുള്ളവരങ്ങനെ നന്നായിട്ട് തുടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ മെനക്കെട്ട് തുടക്കും. ഞാൻ ചില ദിവസങ്ങളിൽ രാത്രിയിലൊക്കെ തുടക്കുന്നത്. കാരണം റീനു റോസൊക്കെ അവരൊക്കെ അടിച്ച് വാരും. പക്ഷേ അരും മൂലയിലൊന്നും എത്താണ്ട് വെറുതെ അടിച്ച് വാരിട്ട് എനിക്കത് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അപ്പം അത് വൃത്തിയില്ല. അപ്പോൾ ഇവിടെ ഒക്കെ അങ്ങനെ പറയുന്നതാണ്, നിനക്ക് ആരും പറ്റില്ല എന്നാൽ നിനക്കാണെങ്കിൽ വെയ്യേനും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. കാരണം എനിക്ക് നേരമില്ല, വെയ്ക്കില്ല. പക്ഷേ എനിക്കിങ്ങനെ വൃത്തിയിൽ ചെയ്തില്ലെങ്കിൽ പിന്നെ എനിക്ക് ചെയ്യിപ്പിക്കാണ്ടും പറ്റില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ. അതുപോലെ തന്നെ എനിക്ക് ഈ വയലത്തൂർ ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു 2 ദിവസം കൂടുമ്പോഴെങ്കിലും ക്ലീനിങ്ങിന് പറ്റിയ ആൾക്കാർ നിങ്ങൾ അറിവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി ഒന്ന് മെസ്സേജ് ആക്കൂ കേട്ടോ. എൻ്റെ നമ്പർ അറിയുന്നവർ ഒന്ന് ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ആക്കൂ. നല്ല വൃത്തിയിൽ ചെയ്യുന്നവർ വേണം, അത്രയേ ഉള്ളൂ. പിന്നെന്താ, ഇന്ന് പണിക്കാരുള്ളതുകൊണ്ട് സാമ്പാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉമ്മ കട്ട് ചെയ്ത് തരുന്നുണ്ട്. കാരണം ഞാൻ ഒറ്റയ്ക്ക് കിച്ചണിൽ എങ്ങനെ വന്നാലും നമുക്ക് എത്തൂല. എല്ലാം കൂടി ആവലും പിന്നെ എന്താ പറയുക, അതിൻ്റെ വീഡിയോ എടുക്കലും എഡിറ്റിങ്ങും എല്ലാം കൂടി ആകുമ്പോൾ അപ്പോൾ ഉമ്മയാണ് കട്ട് ചെയ്ത് തരുന്നതൊക്കെ കേട്ടോ. പിന്നെ മീൻ ഞാൻ പിന്നെ മുറിച്ചതിൻ്റെ ഇടയ്ക്ക് മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സാമ്പാർ ഉണ്ടാക്കുന്നത്. വെള്ളം ഞാൻ നിന്നാണ് കുടിക്കേണ്ടത്. ഇനിയിപ്പോൾ വീഡിയോ കാണുമ്പോൾ എന്തായാലും നിങ്ങൾ പറയും നിന്ന് കുടിക്കാൻ പാടില്ല, ശരിയാണ്. പക്ഷെ ഞാൻ ഓരോ ആലോചനയിൽ അറിയാതെ നിന്ന് കുടിച്ചു പോയി. വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ സാമ്പാർ ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ സാമ്പാർ പൊടി ഉണ്ടാക്കാറാണ്. അപ്പോൾ ഇന്ന് നോക്കിയപ്പോൾ സാമ്പാർ പൊടി ഉണ്ടാക്കി വെച്ചതും കഴിഞ്ഞു. ഭാഗ്യത്തിനൊരു പാക്ക് സാമ്പാർ പൊടി ഉണ്ടായിരുന്നു. ചോറ് പിന്നെ നേരത്തെ കാലത്ത് തന്നെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഇക്കൻ്റെ അമ്മായിയും അമ്മായിക്കാക്കയും കൂടി വരുന്നത് കേട്ടോ. അമ്മായിക്കാക്ക നമ്മൾ ഹൗസ് വാമിങ്ങിൽ അന്ന് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവർ വന്ന് കുറച്ച് നേരം ഇരുന്നു പോയി. അതിന് ശേഷം പിന്നെ നമ്മൾ സാമ്പാർ ഉണ്ടാക്കുവാണ്. ഈ സാമ്പാർ ഉണ്ടാക്കുമ്പോഴൊരു ഗുണം എന്താണെന്നറിയോ, ഒരുപാട് പച്ചക്കറികൾ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തോട്ട് പോകും. പിന്നെ എളുപ്പമാണ്. എല്ലാം കൂടി കണ്ട് വേവിക്കുക, പൊടിയിടുക, അത്ര തന്നെ. പിന്നെ 2 ദിവസം എന്തായാലും ഉണ്ടാവും ചെയ്യും കറി. മറ്റേതൊക്കെ ആകുമ്പോൾ തേങ്ങ ചിരവണം, അരയ്ക്കണം, അങ്ങനെ ഇങ്ങനെ രസമാണ്. പക്ഷെ വല്ലപ്പോഴും ഒക്കെ ആയിരിക്കും എനിക്ക് തോന്നുന്നു നല്ലത്. പിന്നെ പണി സഹായത്തിന് ആളുണ്ടെങ്കിൽ പിന്നെ നമ്മളൊന്നും നോക്കണ്ട അല്ലേ. എല്ലാം നമ്മളുണ്ടാക്കും. ഇതിപ്പോൾ എല്ലാം കൂടിയായിട്ട് ഞാൻ ശരിക്കും പെട്ട പോലെയാണ്. എനിക്ക് ചിരി വരുന്നുണ്ട്, സങ്കടവും വരുന്നുണ്ട്. കാരണം എനിക്കിഷ്ടമാണ് വീട്ടിലെ പണികളെടുക്കുന്നത്. പക്ഷെ എനിക്ക് ടൈം കിട്ടുന്നില്ല ഈ വ്ളോഗും. പിന്നെ വ്ളോഗില്ലാണ്ട് നമുക്ക് നിർത്താൻ പറ്റില്ലല്ലോ. മീൻസ് പലരും അപ്പോൾ വിചാരിക്കും എന്നാൽ പിന്നെ വീഡിയോ എടുക്കാണ്ട് പിന്നെ എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോവാം. അപ്പോൾ എല്ലാം വേണം. കൊളാബറേഷൻസ്, പ്രൊമോഷൻസ് പുറത്ത് പോയി ചെയ്യണം. ഐഷാസ് കാർട്ടിലൊക്കെ പോയിട്ട് കുറേ കാലമായി. അതിങ്ങനെ മീൻസ് അവിടുത്തെ സ്റ്റാഫുകൾ നോക്കുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ പോയി ചെയ്യുമ്പോഴല്ലേ അതിൻ്റെ ഒരു വൃത്തി. അപ്പോൾ എല്ലാം കൂടിയായിട്ട് ആകെ ഒരു ഇതിലാണ്. അപ്പോൾ നമ്മുടെ സാമ്പാർ ഏകദേശം സെറ്റായി വന്നപ്പോഴേക്കും നമ്മുടെ ആ ഒരു മേക്ക് ഓവർ നോക്കാൻ ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു കുറച്ച് മണിക്കൂർ കൊണ്ടാണ് അത്രയും ക്ലീൻ ആയത് കേട്ടോ. നമുക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ അത് കാണുമ്പോൾ. കാരണം അത്രയും വൃത്തികേടായിട്ട് കിടക്കുന്ന ഒരു ഏരിയ ആയിരുന്നു. കാരണം നമ്മുടെ കിച്ചണിൻ്റെ തൊട്ടപ്പുറത്തായതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്കും പോകാൻ വയ്യ. എൻ്റെ കറിവേപ്പിലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ നമുക്കപ്പുറത്ത് അത് എടുക്കാറേ ഇല്ല. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കണം. അവിടെയൊക്കെ ഒന്ന് റെഡിയാക്കാനുണ്ട്. 2 ദിവസത്തെ പണിയുണ്ട് കേട്ടോ അത്. ഇനിയും ഒരുപാട് പണികളുണ്ട്. കുറേ സാധനങ്ങൾ കത്തിക്കാനുണ്ട്, കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാനുണ്ട്, അങ്ങനെയൊക്കെ. പിന്നെ ശരിക്കും നമ്മളെ വീട്ടിൽ ഇതുപോലത്തെ പണികളൊക്കെ എനിക്കിഷ്ടമാണ്. വേറെ പണികളൊന്നും ഇല്ല എന്നാണെങ്കിൽ ഇങ്ങനെ മുറ്റത്ത് ഇങ്ങനെ ഇറങ്ങി ഓരോന്നും വൃത്തിയാക്കി ഒതുക്കി വെച്ച് അത് നമുക്കൊരു അത് ഭയങ്കര ഒരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ അല്ലേ. നമ്മൾ ഇപ്പോൾ മുറ്റം അടിച്ച് വാരുന്നത് എനിക്കിഷ്ടമാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മുറ്റം അടിച്ച് വാരി കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ അത് നല്ല വൃത്തിയിലേക്ക് എടുക്കുമ്പം അതൊരു ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ്. അതുപോലെ തന്നെ വിറക് കത്തിക്കുന്നത് എനിക്കിഷ്ടമാണ്. കാരണം അത് വിറക് കത്തിച്ച് കഴിഞ്ഞാൽ ചോറ് ഊറ്റി കഴിഞ്ഞ് പിന്നെ അത് അവിടെ നിന്ന് ക്ലീനാക്കി അതിങ്ങനെ വൃത്തിയിലേക്ക് എടുക്കുന്നത് കാണുമ്പം അതൊരു സാറ്റിസ്ഫാക്ഷനാണ് അല്ലേ. പക്ഷേ ഇതിനൊക്കെ നമുക്ക് സമയം വേണം. അല്ലാഞ്ഞാൽ നമ്മൾ പിന്നെ നിൽക്കാണ്ടിരിക്കാൻ നല്ലത്. പക്ഷേ ഇത്രയും കാലം നമ്മൾ വീട് ഇരുന്നിട്ട് ഇത്രയും ദിവസങ്ങൾ നമ്മൾ കുക്കറിൽ ചോറ് ഉണ്ടാക്കിയിട്ടില്ല ഒരു ദിവസം പോലും. എല്ലാ ദിവസവും വിറകടുപ്പിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. എൻ്റെ ഉമ്മ ഇങ്ങനെ അവിടുന്ന് വിളിച്ച് പറയും, ഇങ്ങനെ ഓടി നടക്കണ്ട, കുക്കറിൽ ഉണ്ടാക്കിക്കോ, വെറുതെ വിറക് കത്തിച്ചിട്ട് ആളില്ലാണ്ട് ശരിയാവില്ല എന്നൊക്കെ. ഉമ്മമാർക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. പക്ഷേ എന്നാലും എനിക്ക് വിറക്
വിറകിപ്പോൾ എല്ലാതും നനഞ്ഞു, നമ്മൾ എടുത്തു വെച്ചിട്ട് വിറകൊക്കെ നനഞ്ഞു. എന്നിട്ട് വിറക് ഉണ്ടാക്കി അത് അവിടെ നിന്ന് താഴ്ന്ന് ഏറ്റി വലിച്ച് കൊണ്ടുവന്ന് ഇവിടെ വെച്ച് അങ്ങനെ ഓരോന്ന് ഉണക്കി കഷ്ടപ്പെട്ടാണ് നമ്മളിപ്പോൾ വിറക് ആക്കുന്നത്. പക്ഷെ അതും ഒരു രസമുണ്ട് അങ്ങനെ ആക്കി വരുമ്പോഴേ. എനിക്ക് എന്തോ അതൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വ്ളോഗിങ്ങും ഈ പ്രൊമോഷനുള്ള സാധനങ്ങളെല്ലാം ഇവിടെ കിടക്കുന്നു. അപ്പോൾ അവർക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടല്ലോ, ഇന്ന ദിവസത്തിൽ ചെയ്ത് തീർക്കണമെന്ന്. അത് ഇതിന് മുമ്പ് ചെയ്ത് തീർക്കാൻ ഒരുപാട് പണികൾ ബാക്കിയുണ്ട്. അപ്പോൾ അത് എനിക്ക് അതാലോചിക്കുമ്പോൾ ഒന്നും ചെയ്യാൻ തോന്നാത്തൊരവസ്ഥയാണ്. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാ ഒക്കെ ശരിയാവും. നല്ലത് തന്നെയാണല്ലോ, കാരണം അത്രയും പ്രൊമോഷൻസ് വരുമ്പം നമുക്ക് സന്തോഷമാണ്. പക്ഷേ ചില സമയത്ത് നമുക്ക് ടെൻഷനാവും, നമ്മൾ വാക്ക് പറഞ്ഞ് പാലിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാവില്ല അത്. പിന്നെന്താ, അൽഹംദുലില്ലാ, എന്തായാലും അൽഹംദുലില്ലാ എല്ലാത്തിനും അൽഹംദുലില്ലാ. നമ്മൾ മീൻ അതിൻ്റെ ഇടയ്ക്ക് ഫ്രൈ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്നത്തെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണിക്കാർക്ക് നേരത്തെ കാലത്ത് കറക്റ്റ് സമയത്ത് ഭക്ഷണം കൊടുക്കണ്ടേ, കാരണം നമ്മളെ ഭാര്യ ലേറ്റ് ആവാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർക്കുള്ളത് വേഗം റെഡിയാക്കുവാണ്. നമുക്ക് തന്നെ റെഡിയാക്കുന്നത് അവർക്കും കൂടി ആയതുകൊണ്ട് തന്നെ വേഗം റെഡിയാക്കുകയാണ് ഞാനും ഉമ്മയും കൂടിയിട്ട്. ഉമ്മയാണ് ഉപ്പേരി ഉണ്ടാക്കുന്നത്. ഇത് പച്ചക്കായ ഒറ്റയ്ക്കല്ല ഉപ്പേരി ഉണ്ടാക്കുന്നത്, പയറും കൂടി ഉപ്പേരി. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യം പച്ചക്കായും പയറും കൂടി ഉപ്പും മുളകൊക്കെ ചേർത്തിട്ട് കുറച്ച് വെള്ളത്തിൽ വേവിച്ച്, എന്നിട്ട് പിന്നെ കടുക് പൊട്ടിച്ചിട്ട് ഇതിലോട്ട് ഒഴിച്ചിട്ട് എല്ലാം കൂടി കമ്പൈൻ ചെയ്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഒരു പയർ അതിൻ്റെ കൂടെ വന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇക്ക പള്ളിയിൽ പോയിട്ടൊക്കെ വന്നിട്ട് ഇങ്ങനെ നോക്കുവാണ് എന്തായി റെഡിയായാ? സ്റ്റെപ്പ് റെഡിയാക്കിയാ? എവിടെ? ഇതോ അല്ല അങ്ങോട്ടല്ല, ഇതിപ്പോ തൽക്കാലം അവർക്ക് സാധനം കൊണ്ടാക്കാണ് സ്റ്റെപ്പ്. നിങ്ങൾ മൊത്തം റെഡിയായല്ലോ. പക്ഷെ ഇതില്ല, ഒരു വിളർത്ത് വെക്കുന്നുണ്ടല്ലേ, വളമിട്ട് കൊടുക്കുന്നുണ്ട്. 4 ഒന്ന് തന്നെ അത് ശരിയാണോന്ന് അറിയില്ല. അതോ ഏതാ 3 ഇത് ചീരേ? ഇത് ചീരല്ലേ നിങ്ങൾ കൊടുന്ന് കുഴിച്ചിട്ടുള്ളത്? അപ്പോൾ ഇങ്ങനെ ഉപ്പേരി ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കുക, ഇല്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പച്ചക്കായ മാത്രം ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല, അതിൽ വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉമ്മാൻ്റെ സ്പെഷ്യലാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ്. ഉമ്മക്കത്തെ നാടൻ ഐറ്റംസൊക്കെ ഭയങ്കര അറിയാം ഉണ്ടാക്കാൻ, അതുപോലെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. കുറേ കൂട്ടാൻ അങ്ങനെയൊക്കെ ഉള്ള ടൈപ്പ് ഉണ്ട്, പക്ഷെ ഉമ്മക്ക് നേരം കിട്ടില്ല, എനിക്കും നേരം കിട്ടില്ല ഉണ്ടാക്കാൻ, വീഡിയോ എടുക്കാൻ. അപ്പോൾ ഉമ്മ ഇടയ്ക്ക് ഇങ്ങനെ ചക്ക വെച്ച് ഉണ്ടാക്കാറുണ്ട്, പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ നേരം കിട്ടാറില്ല. അങ്ങനെ പണിക്കാർക്ക് ഭക്ഷണം കൊടുക്കലാണ് അടുത്ത ടാസ്ക്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ മുമ്പ് അവർക്ക് കൊടുക്കണം. പിന്നെ പണിക്ക് വന്നിട്ടുള്ളത് അണ്ണന്മാരാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പറയുന്നതാണ് അവർക്ക് സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അങ്ങനെ പറയും, അവർക്ക് അവരുടെ നാട്ടിൽ സാമ്പാർ കൂട്ടി മടുത്തിട്ടായിരിക്കും ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും സാമ്പാർ കൊടുക്കണമെന്നൊക്കെ. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ അവർക്ക് എനിക്ക് തോന്നുന്നു സാമ്പാർ എപ്പോഴും അവർ സാമ്പാർ ഒരു സാധനം ഫേവറേറ്റ് ആണെങ്കിൽ പിന്നെ അതന്നെ ആയിരിക്കും ഇഷ്ടം. എനിക്ക് അങ്ങനെ പറയുന്നതാണ്, അവർക്ക് സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ് അത്രേ, നമ്മൾ തേങ്ങ അരച്ച കറിനേക്കാളും. അപ്പോൾ നമ്മുടെ വീടിൻ്റെ പുറത്തുള്ള ആ ഒരു പറമ്പ് കണ്ടോ, എന്തൊരു ചേഞ്ചാണെന്നറിയോ. നമുക്കെന്നെ കാണുമ്പോൾ ഒരു സന്തോഷം. പിന്നെ എൻ്റെ അക്കാക്ക് ഇങ്ങനെ അടുക്കളത്തോട്ടം ഉണ്ടാക്കണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതിൽ എത്ര സമയം വേണമെങ്കിലും മൂപ്പര് സ്പെൻഡ് ചെയ്യും. അതുപോലെ മുറ്റം ക്ലീൻ ആക്കുന്നത് ഒക്കെ ഞാൻ കാണിച്ചു തരാം അതെന്താ ചെയ്യണമെന്ന്. അപ്പോൾ ഇതൊക്കെ ഇക്ക പറഞ്ഞതാണ്, ഇങ്ങനെ സ്റ്റെപ്പ് ഇട്ടിട്ട് ഇങ്ങനെ താഴേക്ക് ഇറങ്ങണം, ഇക്കക്ക് എന്തൊക്കെയോ അവിടെ ചെയ്യാണ്ടല്ലോ. അപ്പോൾ ദാ ഇവിടെ ഈ വെണ്ടയ്ക്ക, മുളക്, ചീര അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരെ കൊണ്ട് കൊത്തി റെഡിയാക്കി കേട്ടോ. പിന്നെ അടുത്തത് ഞാനും ഉമ്മയും കൂടിയുള്ള പണികളാണ്. അതെന്താ വെച്ചാൽ നമ്മൾ വിറക് ഉണ്ടാക്കുവാണ്. എല്ലാം നനഞ്ഞു, പറമ്പിൽ മൊത്തം വിറകാണ്, പക്ഷേ എല്ലാം നനഞ്ഞു പോയി. ഉമ്മാക്ക് ഇങ്ങനെ ഒന്നും വേസ്റ്റ് ആക്കണം ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഉമ്മ ഇനി വെയ്ക്കൂലെങ്കിലും ഇതൊക്കെ പോയിട്ട് വേണമെങ്കിലും ഒറ്റയ്ക്ക് ഉണ്ടാക്കി വരും. അപ്പോൾ ഞാൻ കൂടെ നിന്നാണ്, അല്ലെങ്കിൽ പിന്നെ മൂപ്പരനെ ഒറ്റയ്ക്ക് എല്ലാം ചെയ്യും. അപ്പം എനിക്ക് പിന്നെ ഈ എന്താ പറയുക, ഇങ്ങനത്തെ പണികൾ അറിയില്ല, സത്യം പറയാലോ അറിയില്ല. അതിന് പഠിച്ചിട്ട് വേണം. ഞാൻ ചെയ്താൽ ചിലപ്പോൾ അത് കട്ടായി പോവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിടിച്ചു കൊടുത്തു, ഉമ്മ ചെയ്തു. പിന്നെ ഉമ്മക്ക് അങ്ങനത്തെ ആൾക്കാർക്ക്, കുറച്ച് പഴയ ആൾക്കാർക്കൊക്കെ ഉണ്ടാവില്ലേ, അവർക്ക് ഇങ്ങനത്തെ പണികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ ചൂലുണ്ടാക്കലൊക്കെ ഉമ്മ നന്നായിട്ട് ചൂലുണ്ടാക്കും, നല്ല രസമാണ് അത് കാണാൻ വേണ്ടിയിട്ട് തന്നെ. അപ്പോൾ അതുപോലെ തന്നെ ഇതിങ്ങനെ കെട്ടണ കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ കുറേ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ. ഞാൻ പറഞ്ഞു ഞാനൊന്ന് വീഡിയോ എടുക്കാം, ഇതുവരെ ചെയ്തതൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല, ഞാൻ വീഡിയോ എടുക്കാം അപ്പോൾ ഞാൻ പിടിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഉമ്മ വീഡിയോ ഒക്കെ ആയിട്ട് ചെയ്തു തരും കേട്ടോ. അങ്ങനെ കെട്ടണതൊക്കെ നല്ല രസമാണ്, അതിങ്ങനെ കെട്ടി ഒതുക്കി വെക്കണതൊക്കെ. ഉമ്മക്കത് ഭയങ്കര എന്താ പറയുക ഇഷ്ടമുള്ള കാര്യമാണ്. പണ്ടൊക്കെ
നമ്മളെ തറവാട് വീടുന്ന സമയത്ത് കുറേ വെറുതെ ഉണ്ടാക്കി വെക്കുമായിരുന്നു വിറകൊക്കെ. ഞാൻ ഉണ്ടല്ലോ ഈ ഓലക്കൊടി എന്ന് പറയുന്നതിന് അങ്ങനെ തന്നെയല്ലേ പറയുക. അപ്പോൾ അതെടുത്തിട്ട് എനിക്കത് സെറ്റായി കിട്ടണില്ല. അപ്പം ഞാൻ ഓരോന്നോരോന്നും ഇങ്ങനെ ഒതുക്കി വെക്കണം. അപ്പോൾ പറഞ്ഞു അങ്ങനെയല്ല ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം കൂടി ഒരുമിച്ചൊന്ന് കെട്ട രണ്ട് സ്ഥലത്തും കൂടെ ഇങ്ങനെ കുത്തി കൊടുത്താൽ അത് ഒരുമിച്ച് വരും. അപ്പോൾ ഇത് ചെറിയ നനവുണ്ട് ഈ ഇപ്പം ഉമ്മ ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് കുത്തി കൊടുക്കുമ്പോൾ ശരിക്കും പോലെ വരുന്നില്ല, അല്ലെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും. നല്ല രസത്തിൽ ഇങ്ങനെ ഒതുക്കി വെച്ച് കാണാൻ നല്ല ഭംഗിയാണ്. ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ഇതെങ്ങനെ കുത്തി കൊടുക്കുക. അപ്പോൾ ഇതിപ്പം നനവുള്ളതുകൊണ്ടാണ് അങ്ങനെ കിടക്കുന്നത്, അല്ലെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ഷേപ്പിൽ വരും. ഇവിടുത്തെ ഇക്കാൻ്റെ ഉമ്മാൻ്റെ പോലെയാണ് എൻ്റെ ഉപ്പ. എൻ്റെ വീട്ടിൽ ഉപ്പാൻ്റെ അടുത്തില്ലാത്ത സാധനങ്ങളില്ലേ, ഇത് ഉപ്പ വാങ്ങിച്ചതാണ് ഈ പ്രഷർ പമ്പ്. അതായത് ഉപ്പ എന്താ പറയുക ഇൻ്റർലോക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്, പക്ഷേ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അങ്ങനെ ഉപ്പയോട് ഇങ്ങനെ പറഞ്ഞു അത് വാങ്ങിക്കണം വിചാരിച്ചപ്പോൾ ഉപ്പ പറഞ്ഞു അല്ല ഞാൻ വാങ്ങിച്ചു വന്നിട്ടുണ്ട് അത് കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞിട്ട് ഉപ്പ തന്നതാണ് അത്. അപ്പോൾ അന്ന് തുടങ്ങിയാണ് എൻ്റെ മാപ്പിള ഇത് ക്ലീനാക്കൽ, പകലും രാത്രിയിലും വൈകുന്നേരം ഒക്കെ അങ്ങനെ ക്ലീനാക്കി നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. നമ്മുടെ ആ ഒരു ലാൻഡ്സ്കേപ്പിംഗ് ചെയ്ത ആ ഇൻ്റർലോക്കൊക്കെ കോബിൾ സ്റ്റോണിൻ്റെ അകത്തൊക്കെ നല്ല ചളിയായി നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതൊക്കെ വൃത്തിയായി, ചളിയൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇപ്പം ഇക്കാക്കിതൊരു മെൻ്റൽ ഒരു രസമായിട്ട്, ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ എന്ന്. ഇതിങ്ങനെ ക്ലീനായിട്ട് ഇങ്ങനെ ക്ലീനായിട്ട് തിരിച്ചിങ്ങനെ കാണുമ്പോഴുള്ളൊരു സന്തോഷം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങൾ. ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വ്ളോഗിൽ പറയുന്നുണ്ട് കേട്ടോ. ബൈ. മറന്നുപോയി, വേഗം പോയിട്ടൊന്ന് ലൈക്ക് ചെയ്യൂ കേട്ടോ. ലൈക്ക് ചെയ്യാണ്ട് പോവരുതേ. ബൈ.